ഇന്ന് എൻലിവൻ ആനിമേഷൻ ആൻഡ് ഡിസൈൻ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് SJCCയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. അദ്ദേഹം 15 വർഷത്തോളമായി തോൽപ്പാവക്കൂത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കലാകാരനാണ്. അതിലുപരി കേരള സംസ്ഥാന യുവ പുരസ്കാര ജേതാവ് കൂടിയാണ് വിപിൻ വിശ്വനാഥ പുലവർ. ഈ തോൽപ്പാവക്കൂത്തിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ചും എല്ലാം നമുക്ക് കൂടുതലായിട്ട് അറിയാം. നമസ്കാരം സർ. നമസ്കാരം. ഓക്കെ, അപ്പോൾ ഈ തോൽപ്പാവകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? തോൽപ്പാവക്കൂത്ത് എന്ന് പറയുന്ന വാക്ക് തന്നെ തോല് പാവക്കൂത്ത്, തോല് കൊണ്ട് നിർമ്മിച്ച പാവകൾ കൊണ്ടുള്ള കളി, പ്ലേ വിത്ത് പപ്പറ്റ്സ്. കേരളത്തിൽ ഏകദേശം 2000 വർഷത്തോളം പഴക്കം എന്ന് പറയുന്ന ഈ ആചാരാനുഷ്ഠാന കലാരൂപം ഞങ്ങൾ ഏകദേശം 15 തലമുറയായി ചെയ്തു വരുന്നു. ഇവിടെ ഈ തോൽപ്പാവ നിർമ്മിക്കുന്നത് പണ്ട് കാലങ്ങളിൽ മാൻതോല് കൊണ്ടാണ് പാവ നിർമ്മിച്ചിരുന്നത്. മരവരി മാൻതോൽ ദർബൈ മനങ്കയാസനങ്ങൾ മൂന്നും എന്നാണ് പറയുക. ഒരു ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാവുന്ന പുണ്യവസ്തുക്കളിൽ ഒന്നാണ് മാൻതോൽ. ആ മാൻതോൽ അന്ന് കിട്ടുന്ന കാലത്ത് ആ മാൻതോല് നല്ല വെയിലത്ത് വെച്ച് ഉണക്കി അതിൽ ചിത്രങ്ങൾ സ്കെച്ച് ചെയ്ത് ഉളികൾ കൊണ്ട് കൊത്തിയെടുത്താണ് ഈ പാവകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിലുപയോഗിച്ച കളറ് നാച്ചുറൽ കളേഴ്സാണ്. ഈ തേക്ക്, വേങ്ങ, ചപ്പങ്ങം മുതലായ മരങ്ങളുടെ കാതൽ വെട്ടി കാച്ചി കുറുക്കിയെടുത്ത് 10-20 ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിച്ചത് കുറുക്കിയെടുത്ത് 100-150 മില്ലി മാത്രമാക്കി മാറ്റും. ഇത് ഒരു പ്രിസർവേറ്റീവും കൂടിയാണ്. ഈ ലെതറിന് വേറെ ഇൻസെറ്റിൽ നിന്ന് പ്രിസർവേറ്റീവ് ആയിട്ടാണ് ഈ കളർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ് വരിക? ഇതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനും കാര്യങ്ങളും? ഓരോ പാവകളും ഓരോ തരത്തിലാണ്. മെയിൻലി 4 തരം പാവകളാണുള്ളത്: സിറ്റിംഗ്, സ്റ്റാൻഡിങ്, വാക്കിംഗ് ആൻഡ് ഫൈറ്റിംഗ്. പിന്നെ അഡീഷണലായി ചിലതാണ് ഈ സ്ലീപ്പിംഗ് പപ്പറ്റ്സ് ഉണ്ടാവും. പിന്നെ ചിലതാണ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ടൈപ്സാണ്. ഇതെന്നൊക്കെ പറയുമ്പോൾ എക്സ്ട്രാ വരുന്ന പപ്പറ്റ്സ് ആണ്. ഇതൊരു മാൻ്റെ പാവയാണ്. ഇതൊരു മാൻ എങ്ങനെ മൂവ് ചെയ്യുന്നോ അതേ മൂവിങ് മെത്തേഡിലായിരിക്കും ഈ പാവ ഇങ്ങനെ കളിപ്പിക്കേണ്ടത്. ഒരു ശ്രീരാമൻ മാനിനെ പിടിക്കാൻ പോകുന്ന സീനിലൊക്കെ ഉള്ളതാണ്. മാനിനെ പെട്ടെന്ന് പിടിക്കാൻ അടുത്ത് വരുമ്പോൾ മാൻ പെട്ടെന്ന് ചാടിപ്പോകുന്നു. ആൾ പിടികിട്ടാത്ത രീതിയിൽ ഇങ്ങനെ ഓടി പോകുന്നതാണ്. അങ്ങനെ ഓരോ പാവകളുടെ രീതിയും വ്യത്യാസമാണ്. അതിൻ്റെ ഇത് ഒരു വാക്കിംഗ് പപ്പറ്റാണ്. ലക്ഷ്മണൻ എന്ന് പറയുന്ന പാവയാണ്. ലക്ഷ്മണൻ്റെ വാക്കിംഗ് പപ്പറ്റാണ് ഇത്. അപ്പോൾ ഇനി ഇത് തന്നെ സിറ്റിംഗ് പപ്പറ്റാണ്. ഇത് ഓരോ പാവകളും നമുക്ക് കണ്ടാൽ അറിയാം. ഇതിൽ നടക്കുന്നത് വാക്കിംഗ് എന്ന് പറയുമ്പോൾ കാല് കുറച്ചും കൂടി വിട്ടുണ്ടാവും. ഇത് സിറ്റിംഗ് ആണ്, ഇരിക്കുന്ന പാവകൾ. ഇതേ സാധനം പാവ കാലുകൾ ക്ലോസ് ചെയ്ത് വെച്ചാൽ അത് സ്റ്റാൻഡിങ് പപ്പറ്റ്. പിന്നെ ഫൈറ്റിംഗ് പപ്പറ്റ് അതൊരു തേരിൽ നിൽക്കുന്ന രീതിയായിരിക്കും. ആ പാവകൾ യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന ഫീലായിരിക്കും ആ പപ്പറ്റ്സ് കാണുമ്പോൾ തന്നെ. ഇത് നമ്മൾ അധികവും ഇങ്ങനെ ഉത്സവത്തിന് ഒരു കൂത്തുമാടമൊക്കെ ഉണ്ടാക്കിയിട്ടല്ലേ ചെയ്യാറുള്ളത്? അപ്പൊ അതിന്റെ ഒരു സെറ്റിംഗ് എങ്ങനെയാ? അത് ആ വേദി സജ്ജീകരിച്ചെടുക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതൊരു ട്രഡീഷണൽ പപ്പറ്ററിയാണ്. കേരളത്തിൽ ഒരു ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ഭാഗമായാണ് ചെയ്യുന്നത്. ഇന്ത്യയിലുടനീളം പാവകളിയുണ്ട്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലുണ്ട്, ആന്ധ്ര, കർണാടക, ഒറീസ, അങ്ങനെ 6 സംസ്ഥാനങ്ങളിൽ പാവക്കൂത്തുണ്ട്. കേരളത്തിലാണ് പെർമനന്റ് തിയേറ്റേഴ്സ് ഉള്ളത്. അതിനൊരു ആചാരവുമായി ബന്ധപ്പെട്ടാണ് പാവകളിയുള്ളത്. ഭദ്രകാളിയും ദാരികനും തമ്മിൽ യുദ്ധമുണ്ടാവുകയും ആ യുദ്ധത്തിൽ ഭദ്രകാളി ദാരികനെ ജയിക്കുകയും ചെയ്തു. പക്ഷേ ഭദ്രകാളി രാമരാവണ കേട്ടറിഞ്ഞ് വന്നപ്പോൾ അത് കാണാൻ പറ്റിയില്ല എന്ന് വളരെ വിഷമമുണ്ടാവുകയും ശിവനോട് എനിക്ക് രാമരാവണ യുദ്ധം വീണ്ടും കാണണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഭദ്രകാളിയോട് ശിവൻ പറയുന്നതാണ്, കർമ്മഭൂമിയിൽ ചെന്ന് അധിവസിക്കുക, അവിടെ നിനക്ക് നിഴൽനാടക രൂപത്തിൽ തോൽപ്പാവക്കൂത്ത് അല്ലെങ്കിൽ രാമായണം കാണുവാൻ അവസരമുണ്ടാവും. അങ്ങനെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായി തോൽപ്പാവക്കൂത്ത് മാറുകയും പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഏകദേശം 100ഓളം ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും 7, 14, 21, 72 എന്നീ ദിവസങ്ങൾ രാത്രി 10 മണി മുതൽ രാവിലെ 5 മണി വരെയൊക്കെ പണ്ടുകാലം അത്രയും നേരം കൂത്തു പറഞ്ഞിരുന്നു. അങ്ങനെ ആചാരത്തിൻ്റെ ഭാഗമായി ഭഗവതി ക്ഷേത്രങ്ങളിൽ പെർമനന്റ് തിയേറ്റേഴ്സ്, കൂത്തുമാടങ്ങൾ കെട്ടുന്നു. നിങ്ങൾ തന്നെ പല സിനിമയിലും അതിൻ്റെ ലൊക്കേഷൻസ് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ അജഗചാന്ദ്രത്തിലൊക്കെ നല്ല രീതിയിൽ വർണ്ണിച്ചതാണ്. പക്ഷെ അവരത് പറഞ്ഞൊരു രീതി മാറിയെന്ന് മാത്രം. അത് കൂത്തമ്പലമാണ് എന്നവർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പല തിയേറ്റേഴ്സും ഇന്നുണ്ട്. അതിലും പല രീതിയിൽ തിയേറ്റേഴ്സ് ഉണ്ട്. ചിലത് ആ കാണുന്ന മാതിരി ഓടിട്ടതാണ്. ഇന്ന് കുറേയൊക്കെ മാറി ടെറസുള്ളത് വന്നിട്ടുണ്ട്. പിന്നെ ചിലത് റൂഫ്ലെസ് തിയേറ്റേഴ്സ് ഉണ്ട്. അതോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആചാരവുമായി ബന്ധപ്പെട്ട് തിയേറ്റേഴ്സ് തന്നെ പല രീതിയിലുണ്ട്. 40 കളരി എന്നാണ് ഇതിനെ പറയുക. പഴയൊരു കണക്കാണ് 40 എന്ന് പറയുന്നൊരു ആരൂഢ കണക്ക് എന്ന് പറയും. ആരൂഢവുമായി ബേസ് ചെയ്തുകൊണ്ട് ആ കണക്കിൽ നിർമ്മിച്ച പെർമനന്റ് തിയേറ്റേഴ്സ് അല്ലെങ്കിൽ കൂത്തുമാടത്തിലാണ് ഈ തോൽപ്പാവക്കൂത്ത് ആചാരഭാഗമായി അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇന്നൊരു പുറം വേദിയിൽ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇതേമാതിരിയുള്ള സ്റ്റേജ്, അത് നമ്മൾ പല സൈസിൽ ചെയ്യുന്നുണ്ട്. 12 അടി മുതൽ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യും. അത് നമ്മൾ പോയി സ്റ്റേജ് അയൺ ഫ്രെയിം കൊണ്ട് സെറ്റ് ചെയ്ത് ചെയ്യും. പുറത്ത് ഞങ്ങൾ 100 അടി വരെയുള്ള സ്റ്റേജിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നത് 20 അടി സ്റ്റേജിലാണ്.
അപ്പൊ എന്താണ് ഇത് ഈ അമ്പലത്തിന് പുറത്ത് കടന്ന് പൊതുവേദികളിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ്? ഇത് ആദ്യം ഒരു ആചാരാനുഷ്ഠാനമായിട്ടാണല്ലോ തുടങ്ങിയത്. ഭയങ്കര റെവല്യൂഷണറി മൂവ്മെന്റ് മുത്തശ്ശൻ എടുത്തതാണ്. കാരണം തോൽപ്പാവക്കൂത്ത് ഭയങ്കരമായി എല്ലായിടത്തും ഫേമസ് ആയി, 100ഓളം ക്ഷേത്രങ്ങൾ നടക്കുന്നു. കേൾക്കുമ്പോൾ നല്ല രസമാണ്, എല്ലാ വർഷം ഇത്ര ക്ഷേത്രങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെ. പക്ഷേ ഇതിലൊരു പ്രോബ്ലം ഉണ്ട്, ഒരു ആർട്ടിസ്റ്റിന് 3-4 മാസം കൊണ്ട് 100 ക്ഷേത്രങ്ങൾ തീർന്നു പോകും. അപ്പോൾ ആർട്ടിസ്റ്റിന് ഇതുകൊണ്ട് സർവേ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി മാറി. അങ്ങനെ 10-15 ഫാമിലീസ് ചെയ്തിരുന്നത് ചുരുങ്ങി ഏകദേശം 2-3 ഫാമിലീസ് മാത്രമായി മാറി. പിന്നെ ബാക്കിയുള്ള തലമുറകളൊന്നും പഠിക്കാതെയായി. ഇത് കണ്ടറിഞ്ഞ മുത്തശ്ശൻ തന്നെയാണ് അന്നൊരു തീരുമാനമെടുക്കുകയും ഇതിനെ നമുക്ക് കുറച്ചും കൂടി ജനങ്ങളിലേക്ക് എത്തിക്കണം, അതുകൊണ്ട് ആർട്ടിസ്റ്റിന് ഇൻകം കിട്ടണം, പ്ലസ് 4 ആൾക്കാർ ഇത് അറിയണം, ഇതിനെ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം തീരുമാനിച്ച് മുത്തശ്ശൻ 1960കളിലാണ് ഈ തോൽപ്പാവക്കൂത്തിനെ പുറം വേദികളിലേക്ക് എത്തിച്ചത്. പിന്നെ അന്ന് മുത്തശ്ശൻ്റെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫലമായി ഇത് പല രാജ്യങ്ങളിലേക്ക് എത്തുകയും തുടർന്ന് ഒരു സ്പെഷ്യൽ ഷോ തോൽപ്പാവക്കൂത്ത് എന്ന് പറഞ്ഞ് ഇപ്പോഴും ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുകയാണ്. ആർട്ടിസ്റ്റുകളുടെ സസ്റ്റൈനിറ്റി മാത്രമാണ് അന്ന് മുത്തശ്ശൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഫാമിലി അത് കണ്ടിന്യൂ ചെയ്ത് പോകുകയും ഇപ്പോൾ വീണ്ടും ചില ഫാമിലീസ് റീസ്റ്റാർട്ട് അത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അതിലിങ്ങനെ സ്കോപ്പ് ഉണ്ട്, കുറേ സ്ഥലത്ത് കാണാൻ പറ്റും, എത്താൻ പറ്റും എന്നൊക്കെ അറിഞ്ഞിട്ട്. ഈ പുലവർ എന്ന് പറയുന്നത് ഒരു ഫാമിലി നെയിമാണ്, ഒരു പദവിയല്ല. പുലവർ എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ്, അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ എന്ന് പറയുന്നതിന്റെ തമിഴ് മീനിങ് മാത്രമാണ് പുലവർ. പണ്ട് കാലങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ നമ്മുടെ പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം എന്നൊക്കെ പറയുന്ന ഒരു മലബാർ റീജിയൻ തമിഴ്നാടുമായി ഒരുപാട് ബന്ധമുള്ളതാണ്. ഇപ്പോൾ ഞാൻ അടുത്ത് തന്നെ ഒരു ബുക്കിൽ വായിക്കുകയുണ്ടായിരുന്നു, സംഘകാലം എന്ന് പറയുന്ന ഒരു സമയത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. സംഘകാലത്ത് പോലും തോൽപ്പാവക്കൂത്ത് നിലനിന്നിരുന്നു എന്നാണ്. വളരെ പഴക്കമുള്ള സംഘകാലത്ത് വരെ തോൽപ്പാവക്കൂത്ത് നിലനിന്നിരുന്നു. അവിടെ ഓരോ രാജകുടുംബത്തിലും അല്ലെങ്കിൽ രാജാവിൻ്റെ കൊട്ടാരത്തിലും ഒരു പുലവരുണ്ടാവും. പുലവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥാനം കൊടുക്കുന്നതാണ് ഒരു ആർട്ടിസ്റ്റിന്. രാജാവാണ് പണ്ട് കൊടുത്തിരുന്നത്. തർക്കം, വേദം, ഇതിഹാസം, ശാസ്ത്രം, പുരാണം, ഇതിനെക്കുറിച്ചൊക്കെ ആൾക്ക് ഡീപ്പായി നോളജ് വേണം. പിന്നെ രാജാവിനോട് കാര്യങ്ങൾ പറയാൻ, പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ചാക്യാർ കൂത്തിലൂടെ പണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച കഥ. അതേമാതിരി തോൽപ്പാവക്കൂത്തൊരു മീഡിയമാണ്. തോൽപ്പാവക്കൂത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ 4 ക്യാരക്ടേഴ്സ് വരും. ആ ക്യാരക്ടേഴ്സ് വന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയും. അതിനിടയിൽ ആ രാജാവിൻ്റെ കുറ്റവും കുറവുണ്ടെങ്കിൽ അതും അവിടെ അവതരിപ്പിക്കും. പിന്നെ രാവണന്റെ വിദൂഷക ക്യാരക്ടർ ഉണ്ട്. ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. കൂത്തുമാടത്തിൽ ഈ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടക്കാരൻ അവിടുത്തെ പറയും. ഇപ്പോഴത്തെ ഭരണം എങ്ങനെയാ, ഞാൻ ഭരിക്കും ഇങ്ങനെയായിരുന്നു, എന്നാൽ ഇപ്പം അങ്ങനെയല്ല, ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് എന്ന് പറയാൻ മാത്രം സ്വാതന്ത്ര്യം തോൽപ്പാവക്കൂത്തിലുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറയണമെങ്കിൽ അവിടെ ഒരു പുലവരുടെ നേതൃത്വം വേണം. എന്തെങ്കിലും തോന്നിയത് പറയാൻ പാടില്ല. അവിടെ നമ്മൾ പറയുന്ന രാജാവിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ആരെങ്കിലും കുറിച്ചായിരിക്കാം. പാണ്ഡിത്യമുള്ള ഒരാൾ പുലവർ എന്ന പേര് സ്ഥാനത്തിൽ കൊടുത്തിരുന്നു. ഇപ്പോൾ ഉള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഈ പുലവർ ഒരു പദവിയുള്ള 2 കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇപ്പോ സ്ഥാനം തരാൻ രാജാക്കന്മാർ നമുക്കില്ല. അറിയാലോ, ഇപ്പോൾ രാജഭരണത്തിൽ നിന്നു അവസാനം എൻ്റെ അച്ഛന് കിട്ടിയിട്ടുണ്ട്. അച്ഛന് ഉത്രാടം തിരുനാൾ ഹിസ് ഹൈനസ് മാർത്താണ്ഡവർമ്മ രാജാവാണ് ഒരു അവാർഡ് കൊടുക്കുകയുണ്ടായി. പിന്നീട് ഈ സ്ഥാനം കൊടുക്കാൻ മാത്രമുള്ള വെന്യൂസ് ഇപ്പോൾ ഇല്ല. അങ്ങനത്തെ വെന്യൂസ് ഇല്ല. ഇപ്പോൾ ഒരു മിനിമം നമ്മളൊരു 15 വർഷം 20 വർഷം കണ്ടിന്യൂസ് ആയി പ്രാക്ടീസ് ചെയ്ത ഒരാളെ പുലവർ എന്ന പേരിൽ വിളിക്കുന്നു. അപ്പോൾ ഇതിൽ ഈ കമ്പരാമായണം അല്ലെങ്കിൽ ഈ ദാരികാവധമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ രാമരാവണ വധം അങ്ങനത്തെ ആ ഒരു തീമുകൾ മാത്രമാണോ ഇതിൽ അവതരിപ്പിക്കുന്നത്? ട്രഡീഷണലി ചെയ്യുന്നത് കമ്പരാമായണം തന്നെയാണ്. കമ്പർ എഴുതിയ രാമായണത്തിന് പല പ്രത്യേകതകളുണ്ട്. സരസ്വതി നേരിട്ട് വന്ന് എഴുതിയാണ് കമ്പരാമായണം എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. എനിവേ, തമിഴ്നാടുമായി ബന്ധപ്പെട്ടത് കൊണ്ട് കമ്പരാമായണമായിരിക്കാം. അങ്ങനെ കമ്പരാമായണം ക്ഷേത്രങ്ങളിൽ ആചാരമായി ഇപ്പോഴും ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മുത്തശ്ശൻ തോൽപ്പാവക്കൂത്ത് പുറമേദികളിലേക്ക് എത്തിച്ചു. ഞങ്ങളുടെ കാലമായപ്പോഴേക്ക് തോൽപ്പാവക്കൂത്ത് രാമായണം മാത്രം കണ്ടാൽ പോരാ, ഒരാൾ ഒരു വട്ടമേ ഒരു കഥ കാണും. അപ്പോൾ അടുത്തോട്ട് ആൾക്ക് വ്യത്യസ്തമായി എന്ത് കൊടുക്കും, അങ്ങനെയായി ചിന്തിച്ചു. അങ്ങനെ അച്ഛൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ പല കഥകൾ, ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ജന്മം, നരസിംഹാവതാരം, ദശാവതാരം അങ്ങനെയൊക്കെ വന്നു. പിന്നെ ഞങ്ങളും കൂടി ആയപ്പോൾ അച്ഛനിപ്പോൾ അന്ന് അമ്പലക്കൂത്തായതുകൊണ്ട് അങ്ങോട്ട് വരാതെ, എന്നിരുന്നാലും ഞങ്ങളൊക്കെ ചെയ്യുന്നത് കൊറോണയെക്കുറിച്ചുള്ള അവയർനെസ് പ്രോഗ്രാം, HIV AIDS-ൻ്റെ അവയർനെസ്, ലഹരി ബോധവൽക്കരണം, വൈദ്യുതീയ സംരക്ഷണം, ഇങ്ങനത്തെ പല കഥകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊരു ഫാക്റ്റും നമ്മളിപ്പോൾ കഥയായി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഷോസ് പുതിയ കുട്ടികളെ കൊണ്ട് നമ്മൾ ചെയ്തും കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പിൻപാട്ടായിട്ട് നമ്മൾ ഈ പദ്യം ചൊല്ലുന്നുണ്ടാവുമല്ലോ, അപ്പോൾ ഇത് പുതിയ ആശയങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാറ്? ശ്ലോകങ്ങൾ നമ്മൾ പുതിയ ശ്ലോകങ്ങൾ ഓരോന്നും മാറ്റി, അതിപ്പോൾ പഴയ ബുക്കുകൾ, ഇപ്പോൾ നാരത്തിൽ വന്നൊരു കഥ ചെയ്തപ്പോൾ അതിലുള്ള ശ്ലോകങ്ങൾ തന്നെ നമ്മൾ ട്യൂണിലേക്ക് മാറ്റിയതാണ്. ഈ തോൽപ്പാവക്കൂത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമോഷൻസ് 8 ടൈപ്സ് ഓഫ് ഇമോഷൻസ് ആണ്. ഈ 8 ടൈപ്സ് ഓഫ് ഇമോഷൻസും തോൽപ്പാവക്കൂത്തിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് പല സന്ദർഭങ്ങളിലായിട്ട്. ദുഃഖമാണെങ്കിൽ ദുഃഖത്തിൻ്റെ സീന് വരുന്നുണ്ട്, ഇപ്പോൾ ഒരു ആക്രോശത്തിൻ്റെ സീനിൽ വരുന്നുണ്ട്. രാവണൻ്റെയൊക്കെ ഒരു എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത്രയും ഭയാനകമായ രീതിയിൽ എൻട്രി ആയിരിക്കും. രാവണനെ അട്ടഹസിച്ച് കയറി വരുന്നത് കൂത്തുമാടത്തിൽ കാണുമ്പോൾ ഒന്നാം നൈറ്റിൻ്റെ ഫീൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം. ആ രാത്രി അത്രയും വലിയ പ്ലേസിൽ കൂത്തുമാടം, അതിൽ രാവണൻ വിത്ത് ഫയറൊക്കെ എൻട്രി വരുമ്പോൾ ആ ഒരു ഫീൽ തന്നെ വേറെ ആയിരിക്കും. അങ്ങനെ ഓരോ ഇമോഷൻസും നമ്മൾ ബേസ് ചെയ്തുകൊണ്ടാണ് പാട്ടുകൾ പാടുന്നത്.
ഇപ്പോൾ വരുന്ന പുതിയ പാട്ടുകൾക്ക് കുറേയൊക്കെ നമ്മൾ ചിട്ടപ്പെടുത്തി എടുക്കാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും പഴയ രീതിയിലുള്ള പാട്ടുകൾ നമുക്ക് കിട്ടാറില്ല. കാരണം ആ രീതി മാറി. ഇന്നിപ്പോൾ ആ രീതി മാറി. ഇന്ന് കുറച്ചും കൂടി മ്യൂസിക്കിലാണ് ആൾക്കാർക്ക് താല്പര്യം. പണ്ട് മ്യൂസിക്കിനല്ല, വാക്കുകളിലെ അർത്ഥങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വായ്ത്താരിയിലേക്കാണ് പോയിരുന്നത്. ഓക്കെ, അപ്പോൾ സാറിൻ്റെ ഒരു പ്രൊഫൈൽ നോക്കുമ്പോൾ സാർ 2 പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് ജൂനൈൽ ജസ്റ്റിസ് ബോർഡിലൊക്കെ വർക്ക് ചെയ്തിരുന്നതായിട്ടൊക്കെ അറിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നീട് ഇങ്ങനെ ഒരു മുഴുവൻ സമയ തോൽപ്പാവക്കൂത്ത് ആർട്ടിസ്റ്റ് ആവാൻ എന്തായിരുന്നു അതിന് പ്രചോദിപ്പിച്ച കാര്യം? ഇത് ഞാൻ ഈ കൂത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആദ്യം പറയുന്നത് നമുക്ക് പാഷനും പ്രൊഫഷനും രണ്ടും എപ്പോഴും വേറെയാണ്. ആക്ച്വലി തോൽപ്പാവക്കൂത്തിലേക്ക് ഞാൻ വരാനുണ്ടായ കാര്യം പാരമ്പര്യമായി ചെയ്യുന്നൊരു കലാരൂപം. സോ അതിലുപരി ഞാൻ നോക്കുമ്പോൾ വലുതായിട്ട് സാമ്പത്തികമായി വലിയ മുൻഗണന ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അച്ഛനൊക്കെ എപ്പോഴും എന്നോട് പറയും പാഷനെയും പ്രൊഫഷനെയും വേറെ തന്നെ കാണണം. അച്ഛൻ്റെ നാട്ടിൽ പോസ്റ്റ് മാസ്റ്ററാണ്, പക്ഷേ പാഷനായിട്ടായിട്ട് തോൽപ്പാവക്കൂത്തിനെ കൊണ്ടു നടക്കും. ഇപ്പം ഞാനായാലും MA കഴിഞ്ഞു, MSW കഴിഞ്ഞു. പിന്നെ അതിനുശേഷം ഞാൻ സുരക്ഷാ പ്രൊജക്റ്റിലേക്ക് കാവൽപ്ലാൻ പലതും വർക്ക് ചെയ്തു. സോ അതൊക്കെ നമുക്ക് പ്രൊഫഷണലി നമ്മൾ സേഫ് ആൻഡ് സെക്യൂർ ആവാൻ വേണ്ടിയാണ്. നാളെ ഒരു പ്രോബ്ലം വന്നു തോൽപ്പാവക്കൂത്തിലേക്ക് നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അത് ചെയ്യില്ല എന്ന് പറയാൻ നമുക്കൊരു കോൺഫിഡൻസ് വേണം. അല്ലെങ്കിൽ നമ്മൾ പലതിലേക്കും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കാരണം ഇത് നമ്മുടെ പ്രൊഫഷൻ, അല്ലെങ്കിൽ നമുക്ക് വേറെ ജീവിക്കാൻ വേറെ വഴിയില്ല എന്ന് വരുമ്പോൾ ലിവ്ലിഹുഡായി മാറും. അതില്ലാതിരിക്കാൻ വേണ്ടി അച്ഛൻ തന്നെ നിർബന്ധിച്ച് പഠിച്ച ശേഷം ഇതിലേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും പലതും. അത് ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എക്സ്പീരിയൻസിന് ജോലി ചെയ്തു. ഒപ്പം തോൽപ്പാവക്കൂത്ത് അന്നും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവരുന്നു. കുറേ ഞാൻ ഏകദേശം 8-9 വിദേശ രാജ്യങ്ങൾ പോയിരുന്നു. അവിടെ പോയപ്പോഴും എനിക്ക് പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1992 ഞാൻ ജനിച്ച വർഷമാണ്. ഇവിടെ കൊറിയയിൽ നിന്ന് വന്നൊരു ചേട്ടനുണ്ട്, ഹോ എന്ന് ഞങ്ങൾ വിളിക്കുന്ന അദ്ദേഹം. മുത്തശ്ശനെ ഓർക്കുന്ന 2016 എന്നോട് അവിടെ പറഞ്ഞു. 2000 മരിച്ച മുത്തശ്ശനെ 16 വർഷത്തിന് ശേഷം ഞാൻ കൊറിയയിൽ പോയപ്പോൾ എന്നോട് പറയണമെങ്കിൽ അതൊരു കലാകാരനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അല്ലാതെ നമ്മൾ എത്ര പൈസ ഉണ്ടാക്കിയാലും ചിലപ്പോൾ നമ്മൾ മരിച്ച ഒരു 5 വർഷം കഴിഞ്ഞ് നമ്മൾ മറക്കും. വീട്ടുകാർ വരെ ചിലപ്പോൾ നമ്മൾ മറന്നു വരും. എന്നാൽ ഇന്നും 24 വർഷം ശേഷവും ഞാൻ നിങ്ങളോട് എൻ്റെ മുത്തശ്ശനെ കുറിച്ച് പറയുന്നു. ഇതൊരു കലാകാരനെ കൊണ്ട് മാത്രമേ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇതിലേക്ക് തിരിഞ്ഞത്. ഒരു തോൽപ്പാവക്കൂത്ത് സംഘം ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ, അത് മുത്തശ്ശനായി തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പം ഞാനത് കൊണ്ടു നടക്കുന്നു. അച്ഛനാണ് ലീഡറെങ്കിലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോകുന്നു. അതിങ്ങനെ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കാൻ മാത്രമാണ്, ഇതിനൊന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? നമുക്ക് സോഷ്യൽ മീഡിയ ഇപ്പോൾ നല്ല ഗുണം ചെയ്യുന്നുണ്ട് തോൽപ്പാവക്കൂത്ത്. ഗുണവും ദോഷവും ഉണ്ട്. അതാണ് ഗുണസമ്മിശ്രിതമാണ് ഇതിൽ പറയാൻ. തോൽപ്പാവക്കൂത്തിന് രാത്രി കാലങ്ങളിൽ പണ്ട് വേറെ ആൾക്കും വേറൊരു മീഡിയ ഇല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ. ഇന്ന് എല്ലാവർക്കും അടച്ചിട്ട മുറിയിൽ നമുക്ക് എല്ലാം ഉണ്ട്. ഒരു മൊബൈലിനെങ്കിൽ എല്ലാം ആയി. അതുകൊണ്ട് തന്നെ കൂത്തുമാടത്തിലേക്ക് കാണാൻ ആരും വരില്ല. അത് സോഷ്യൽ മീഡിയ ദോഷമാണ്. പക്ഷെ എന്നാലും നമ്മളൊരു പുതിയ കഥ ചെയ്തു, 4 ആളെ അറിയിക്കണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് മാത്രം മതി. അത് വൈറലായാലും നാട്ടുകാർ മൊത്തം അറിഞ്ഞു. അങ്ങനത്തെ പ്രൊമോഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയ കഥകൾ ചെയ്യുന്നു. ഇപ്പോൾ ഏകദേശം ഞങ്ങൾ 9-10 സിനിമകൾ 2011 ഞാനിത് കുറച്ചും കൂടി പ്രൊഫഷണലായി ചെയ്തു തുടങ്ങി. അതിനുശേഷം ഒരു 10-12 സിനിമ നമ്മൾ ചെയ്തു. മീശമാധവൻ, TD ദാസൻ, ഇവൻ മേഘരൂപൻ. ഇപ്പോൾ ലാസ്റ്റായിട്ട് നമ്മുടെ തന്നെ ഒരു കഥ സിനിമയാവുന്നുണ്ട്, നിഴലാടെന്ന് പറഞ്ഞിട്ട്. അടുത്ത് റിലീസാവും അത്. പിന്നെ അനുപമ പരമേശ്വരൻ, ദുൽഖർ സൽമാനൊക്കെ ആയിട്ടൊരു പടം വരുന്നുണ്ട്, പർദ എന്ന് പറഞ്ഞിട്ട്. കന്നഡ ബേസ്ഡ് പടമാണ്. അപ്പോൾ ഇങ്ങനത്തിലൊക്കെ നമ്മൾ ചെയ്താണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊമോഷൻസ് എല്ലാം വിജയകരമാവട്ടെ. സാർ ഓരോ വേദിയിലും തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുമ്പോൾ അത് വിജയകരമായി തീരട്ടെ. അതുപോലെ ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഓരോ എഫേർട്ടും എല്ലാം വിജയകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് നന്ദി. താങ്ക് യു സർ.